നമസ്കാരം. ഈ അടുത്ത് കണ്ട സിനിമകളിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിന് മെയിൻ റീസൺ ഇതിനകത്തുള്ള ആക്ടർ തന്നെയാണ് കുഞ്ചാക്കോ ബോബൻ. പ്രത്യേകിച്ച് ഈ ഒരു സിനിമ അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അദ്ദേഹം ലിസ്റ്റൻ സ്റ്റീഫനും കൂടെ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. അദ്ദേഹത്തിന്റെ ഈ റീസെന്റ് ആയിട്ടുള്ള സിനിമകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരു ക്യാരക്ടറിന് വേണ്ടി ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് വേണ്ടി കുറച്ചധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിന് അദ്ദേഹം മോൾഡ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു രീതിയായിരുന്നാലും അതിനകത്ത് ഈ ഫ്രണ്ടിൽ ഒരു സെറ്റ് ഡെഞ്ചർ, പല്ലുകൾ, ഒരു അഡീഷണൽ സെറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നതാണെന്നൊരു സംശയമുണ്ട്. എന്നുവെച്ചാൽ എവിടെയൊക്കെ ഒരു ഓക്വേർഡ് ഫേസ് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അത് ആ ഒരു ക്യാരക്ടറിന് നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ എങ്കിലും അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനോട് നമുക്കൊരു സിമ്പതി എവിടെയൊക്കെ ഫീൽ ചെയ്യും. അദ്ദേഹത്തിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ്, ചെറിയ ചെറിയ ഫേഷ്യൽ ജെസ്റ്റേഴ്സ്, ഇതൊക്കെ ഒരു കഥാപാത്രത്തിനെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. സോ അത് റീസെൻ്റായിട്ട് അദ്ദേഹം ചെയ്ത എല്ലാ സിനിമകളിലും നമുക്ക് അങ്ങനെ ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. സോ ആ ഒരു എൻഡ് റിസൾട്ട് കൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമയുടെ കഥയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വയനാടുള്ള ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിലാണ് സിനിമ നടക്കുന്നത്. അപ്പോൾ എനിക്ക് പൊതുവേ ഈ കാടിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ എനിക്ക് ഒത്തിരി വർക്കാകാറുണ്ട്. ഈ സിനിമയ്ക്കകത്ത് ഇദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ദിലീഷ് പോത്തനാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയം ഗംഭീരമാണ്. നമുക്ക് ആ ഒരു അഡീഷണൽ കണ്ണൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടൊക്കെയാണ് ആ കഥാപാത്രത്തിനെ ഉണ്ടാക്കി സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അദ്ദേഹം പിന്നെ നമുക്കറിയാം അഭിനയത്തിൻ്റെ ഒരു കുലപതിയാണ്. ഗംഭീരമായിട്ടൊരു ക്യാരക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അതങ്ങോട്ട് അഭിനയിച്ച് അതിൻ്റെ മാക്സിമം കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ആ ഒരു സംഭവം ഈ സിനിമയ്ക്കകത്ത് ഭയങ്കര ഒരു എനർജി, ഭയങ്കര ഒരു റിച്ച്നെസ് മൂവിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ മലയാളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഉണ്ടാക്കിയ ഒരു സിനിമയുടെ ഡയറക്ടർ, മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡയറക്ടർ, ആ ഒരു സിനിമ കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായിരുന്നു, അതിൻ്റെ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ചിദംബരം. അദ്ദേഹം ഒരു ഗംഭീര സംഭവമാണ്. അത് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിലായിരുന്നാലും ഒരു നല്ല ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ആക്ടർ ആയിരിക്കും എന്നുള്ളത് ഷുവറായിട്ടുള്ള കാര്യമാണ്. സോ അദ്ദേഹം ഈ സിനിമയ്ക്കകത്തൊരു ഗംഭീര ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വളരെ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കുറച്ച് നെഗറ്റീവ് ഷെയ്ഡൊക്കെ ഉണ്ട്. എല്ലാം നല്ല സൂപ്പറായിട്ട് തുടക്കം മുതൽ അവസാനം വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നന്നായിട്ട് അദ്ദേഹം ആ ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സജിൻ ഗോപു ഉണ്ട്. അദ്ദേഹം നല്ല ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു സോർട്ട് ഓഫ് ഒരു മാവോയിസം മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ പൊളിറ്റിക്കലി കുറേ റിയാലിറ്റിയൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ശരിക്കുമുള്ള ഈ മാവോയിസ്റ്റുകളിലോടുള്ള ഈ തണ്ടർ ബോൾട്ട് അറ്റാക്ക് ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള കുറേ ഒരു റിയാലിറ്റി, അവരുടെ തന്നെ ഒരു ബ്രദർ കൺസേൺ ആയിട്ടുള്ളൊരു ഗവൺമെൻറ് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് അവരോട് തന്നെ എടുക്കുന്ന നെഗറ്റീവ് നിലപാടുകളും ഒക്കെ ഇതിനകത്ത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു ടിപ്പിക്കൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഇതുവരെ സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു രീതിയിലല്ല ഇതിൻ്റെ ഒരു സ്കോറിങ് പോയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു നമ്മുടെ ഈക്കോ സിനിമയിലൊക്കെ ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു മുജീബ് മജീദ് അദ്ദേഹമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ടോൺ വിൻസെൻ്റ് ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഒക്കെ ചെയ്തിരിക്കും. മ്യൂസിക് പാട്ടൊന്നുമില്ല, എങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഉടനീളം ഒരു ദുരൂഹത, സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരു ദുരൂഹത ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അപ്രോച്ച് പിടിച്ചിട്ടുണ്ട്. അത് വളരെ നന്നായിട്ട്, വളരെ പോസിറ്റീവായിട്ട് അത് വർക്കായിട്ടുമുണ്ട്. പിന്നെ സിനിമയുടെ കോണ്ടന്റിനെ കുറിച്ചൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അത് സ്പോയിലറായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ എനിക്ക് ഒത്തിരി വർക്കായി. കാരണം സിനിമയുടെ തുടക്കം മുതൽ തന്നെ ആ ഒരു കോണ്ടന്റിലോട്ട് അങ്ങ് ഇന്നായി. സോ അതുകൊണ്ട് തന്നെ ഒരു ഇമ്മേഴ്സീവ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മൂവിക്ക് ഞാൻ ഔട്ട് ഓഫ് 10 ഒരു 8 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.